കോഴിക്കോട് ചെറുകുട്ടി റോഡിലെ ട്രാവൽസ് ഉടമയെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയെന്ന് പരാതി. കോവൂർ സ്വദേശി ഫൈജാസിനാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ 2 പേരെ ടൗൺ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സാമ്പത്തിക ഇടപാടാണ് മർദ്ദനത്തിന് കാരണമെന്ന് ഫൈജാസ് പറഞ്ഞു. ഇന്നലെ രാത്രി 12 മണിയോടെയാണ് സംഭവം. കോഴിക്കോട് ചെറുകുട്ടി റോഡിൽ പുതുതായി ആരംഭിക്കാൻ പോകുന്ന ട്രാവൽസ് ഉടമയെയാണ് തോക്ക് ചൂണ്ടി ഒരു സംഘം ഭീഷണിപ്പെടുത്തി മർദ്ദിച്ചത്. സാമ്പത്തിക ഇടപാടാണ് മർദ്ദനത്തിന് കാരണമെന്ന് ഫൈജാസ് പറഞ്ഞു. ഗൾഫിൽ ഒരു സാമ്പത്തികമായിട്ടുള്ള എന്തോ ഒരു ഇടപാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ബിസിനസ്സിലായിട്ടുള്ള എന്തോ സംഗതിയാണ്. അപ്പോൾ അത് തമ്മിലുള്ളതിൻ്റെ ഒരു പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവർ തമ്മിൽ. അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് ഇപ്പോൾ അവർ തമ്മിൽ കേസുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മാസത്തിന് അടുത്താവാറായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇവർ ഞങ്ങളുടെ പുറകെയാണ്. അതിൻ്റെ ഒരു ഇൻസിഡൻ്റാണ് 2 ആഴ്ച മുന്നേ അവർ എൻ്റെ അടുത്ത് വന്നിട്ട് ഭീഷണിപ്പെടുത്തും കാര്യങ്ങളൊക്കെ ചെയ്തത്. 2 കാറിൽ 5 പേരാണ് എത്തിയത്. ഇവരുടെ കൈവശം തോക്കിനു പുറമെ കത്തി, പിക്കാസ് തുടങ്ങിയ ആയുധങ്ങളും ഉണ്ടായിരുന്നതായി ഫൈജാസ് ആരോപിച്ചു. ഒരു ആവശ്യത്തിന് വേണ്ടി താഴേക്ക് പോയപ്പം പെട്ടെന്ന് ഈ 2 കാറുണ്ട്. ഈ കാറിൽ ഒരു 5 പേര് വന്നിട്ട് തോക്കുമായിട്ടാണ് വന്നേക്കണം. തോക്കും പിന്നെ കത്തി ഉണ്ടായിരുന്നു, മറ്റേ പിക്കാസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എൻ്റെ അടുത്ത് വന്ന് ആക്രമിക്കുകയായിരുന്നു. അതായത് മുഖത്തേക്ക് തോക്ക് ചൂണ്ടുകയും ചെയ്ത് പിന്നെ അന്നെ തീർക്കാനായിട്ട് വന്നാണ്. ആ രീതിയിലാണ് അവരുടെ സംസാരം ഉണ്ടായത്. അതുപോലെ സജിലിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവർ. അക്രമികളെത്തിയ ഉടൻ പാർട്ട്ണറായ സജിൻ ടൗൺ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് എത്തിയതോടെ 3 പേർ ഓടി രക്ഷപ്പെട്ടു. ഇവർക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.